വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നോക്കൂ, ഒരു പട്ടികജാതിക്കാരനായ പൂജാരി, ക്ഷേത്ര പൂജാരിക്ക് നേരെ ജാതി അധിക്ഷേപം ഉണ്ടാകുന്നു, കള്ളക്കേസിൽ കൊടുക്കുന്നു, ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു, ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് CPM യൂണിയൻ ഇടത് യൂണിയനാണ് എന്നോർക്കണം. അതെ, വളരെ സങ്കടകരമായ സാഹചര്യമാണ്. കാരണം വെറും 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് PR വിഷ്ണു. അദ്ദേഹം, നമുക്കറിയാം, ഇക്കാലത്തെ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പൂജാവിധികൾ പഠിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിലൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ഇതിനോട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സനാതന ധർമ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂജാവിധികൾ ശാസ്ത്രീയമായി പഠിച്ച ഒരു ചെറുപ്പക്കാരനോട് ഈ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കാണിച്ച പ്രവൃത്തി വളരെ ഹീനമാണ്. അദ്ദേഹത്തിനെ ജാതിപരമായി അവഹേളിക്കുക, CPM ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അവഹേളനം ഉണ്ടാകുക തുടങ്ങിയ വിഷമങ്ങൾ സഹിക്കവയ്യാതാണ് ആ ചെറുപ്പക്കാരൻ രാജിവെച്ചത്. ഒരു കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വ ഹിന്ദു പക്ഷത്തിന് കേരളത്തിൽ 200-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. PR വിഷ്ണുവിനെ ഞാൻ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ജോലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു സന്ദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ സർവാത്മന സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ കേരളത്തിലെ ജാതി വിവേചനമില്ല, എല്ലാം ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ഒക്കെ മാത്രമേ ജാതി വിവേചനം ഉള്ളൂ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതു നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് തന്നെയാണ് ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന CPM ട്രേഡ് യൂണിയനാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡ്, ഏത് ദേവസ്വം ബോർഡ് എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഭരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും എങ്ങനെ പൂജിക്കണം, എങ്ങനെ തട്ടിപ്പ് നടത്തണം, എങ്ങനെ മോഷ്ടിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ CPM ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഹീനമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഉത്തർപ്രദേശിലെ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഇടതുമുന്നണി നേതാക്കന്മാരും ഒന്നും ഇതിനെപ്പറ്റി പ്രതികരിച്ച് കണ്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഏതെങ്കിലും നല്ല വിഷയം ഉണ്ടാകുമ്പോൾ ഇവരുടെ ഒന്നും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അതുകൊണ്ട് വിഷ്ണുവിനോടൊപ്പമായിരിക്കും സാമാജിക സമരസത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണുവിനോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായവും, ജോലി ആയിക്കൊള്ളട്ടെ, നിയമപരമായ പരിരക്ഷ ആയിക്കൊള്ളട്ടെ, ഏത് കൊടുക്കാനും വിശ്വ ഹിന്ദു പരിഷത്ത് സന്നദ്ധമാണ്. അദ്ദേഹത്തിന് ജോലി ഞങ്ങൾ കൊടുക്കും. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏത് മേജർ ക്ഷേത്രമാണെങ്കിലും അവിടെ ജോലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വലിയൊരു തീരുമാനമാണ് അങ്ങ് അറിയിക്കുന്നത്. ഈ രാജിവെച്ച് മാറി നിൽക്കേണ്ടി വന്ന പട്ടികജാതിക്കാരനായ പൂജാരിക്ക്, വിഷ്ണു VR-ന് ജോലി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതിൽ നന്ദി. ഇനി ദേവസ്വം പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ കുറ്റക്കാരെ സംരക്ഷിക്കാൻ, അതായത് ഭീഷണിപ്പെടുത്തിയവരെ സംരക്ഷിക്കാൻ, കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയെന്നും വിഷ്ണുവാർ പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഏത് ഇടത്തിരിക്കുന്നവരും ഈ രാഷ്ട്രീയത്തിന് വഴങ്ങി ഓരോരുത്തരെ ലക്ഷ്യം വയ്ക്കുന്ന പരിപാടി അങ്ങനെ തുടരുകയാണ് അല്ലേ? ആദ്യത്തെ സംഭവമൊന്നുമല്ല. കുറെ മാസങ്ങൾക്ക് മുമ്പും സമാനമായ സാഹചര്യം ഉണ്ടായി. വിഷ്ണു പ്രസാദം കൊടുത്താൽ മേടിക്കത്തില്ല എന്ന് പറഞ്ഞ ഇടതു നേതാക്കന്മാരും ഇടതുപക്ഷത്തെ പ്രവർത്തകരുമൊക്കെ ആ പ്രദേശത്തുണ്ട്. നമുക്ക് വാതുറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആ സമീപ പ്രദേശത്തിലും അത്തരത്തിലുള്ള അവഹേളനവും പീഡനവും ഉണ്ടായി. ഈ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാവരോടും ജാതി വിവേചനം കാണിക്കുന്നവരാണ്. അവര് ട്രേഡ് യൂണിയനിസത്തിന്റെ ഭാഗമായി സുരക്ഷിതമായ നല്ല വരുമാനമുള്ള കൊള്ളയടിക്കാൻ പറ്റിയ ക്ഷേത്രങ്ങളിൽ ഇരിക്കണം എന്നുള്ളതിനപ്പുറമായിട്ട് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു നിസ്സാര സംഭവമായിട്ട് എടുക്കാൻ സാധിക്കില്ല. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ ഉത്തർപ്രദേശിൽ ഒരു പശു ചത്താൽ അങ്ങോട്ട് നോക്കുമല്ലോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആൾക്കാരെ ഒന്ന് തുറിച്ചു നോക്കിയാൽ അതിനെപ്പറ്റി കേരളത്തിൽ പ്രതികരിക്കുന്ന ഇവിടുത്തെ ഇടതിന്റെയും വലതിന്റെയും നേതാക്കന്മാരുടെ വായിൽ നിന്ന് എന്താണ് അവരുടെ ഇക്കാര്യത്തിലുള്ള നയം എന്നുള്ളത് അറിയാൻ കൗതുകപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, സാമാജിക സമരസത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പൂജ ശാസ്ത്രീയമായി പഠിച്ച ഏതൊരു വ്യക്തിയാണെങ്കിലും, അത് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ വ്യത്യാസമൊന്നുമില്ല, ആർക്കാണെങ്കിലും കൃത്യമായ അവസരങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് ധാരാളം കടന്നു വരണം. കാരണം ഹിന്ദു മതത്തിനെ നിലനിർത്തുന്നത് ഈ പുരോഹിതന്മാരാണ്. അത് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായവും പിന്തുണയും ഞങ്ങൾ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുകയാണ്. ശരി, നന്ദി ശ്രീ അനിൽ പുലയൂർ. ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.